1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊത്തിരി എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ, 1000 വ്യൂസിന് എത്ര പൈസയാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ യൂട്യൂബ് റവന്യൂ എത്രയാണ്, നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങിയോ, ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര മാസമായി, ഒരു വർഷമായോ, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനമുണ്ട്, അങ്ങനെ കുറച്ച് ഡൗട്ടുകളൊക്കെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ശരി, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, കുറേ പേര് ഇങ്ങനെ ചോദിക്കും. നമുക്ക് പേഴ്സണലി അല്ലാണ്ടും മെസ്സേജ് അയക്കുകയും ചോദിക്കാറുണ്ട്. നമുക്ക് യൂട്യൂബ് റവന്യൂ എങ്ങനെയാണ്, യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് പൈസ കിട്ടുമോ, എത്ര രൂപയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 7 മാസം ആവാറായിട്ടുണ്ട്. പണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് അങ്ങനെ ഇത്ര കാര്യമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നു അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. യൂട്യൂബ് തുടങ്ങുന്ന പോലെ ഒരു ഒരു ജസ്റ്റ് ഒരു ഇതിൽ ഒരു ഫാൻറ്റസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. അത് ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത് ഈ നിമിഷം വരെ എനിക്ക് ഒരു അത്ഭുതം പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. യൂട്യൂബിനെ കുറിച്ച് ഒരു തേങ്ങ അറിഞ്ഞൂടായിരുന്നു സത്യം പറഞ്ഞാൽ, ഒരു തേങ്ങ അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ യൂട്യൂബിനെ കുറിച്ച് ആദ്യം ഒന്നും അറിയാണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി, ഷോർട്സ് ഇട്ട് തുടങ്ങി. പക്ഷെ ഒന്നും വ്യൂസൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഷോർട്സിനൊക്കെ ഒരു 400 ആകുമ്പോൾ എൻ്റെ വീഡിയോ സ്റ്റക്കായി നിൽക്കും, പിന്നെ പോവില്ല. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ഇഷ്യൂ ഒക്കെ വന്നു. പിന്നെ വീഡിയോയ്ക്ക് ആണെങ്കിൽ അത് ഒട്ടും വ്യൂസ് പറഞ്ഞാൽ ഒട്ടും വ്യൂസ് ഇല്ലാതായി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഡൗൺ ആയിപ്പോയി. അതിനിടയ്ക്ക് ഒരു വീഡിയോ ഇത് ക്ലിക്കായി. അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് പിന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നു. ഒരു വീഡിയോ ഒന്ന് ക്ലിക്കായില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലിക്ക് ആവണമെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടായിരിക്കുമല്ലോ, എന്തൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ ആ ഷോർട്ട് കയറിയിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ കോപ്പിറൈറ്റ് ആണ് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒരു വിഷയം. അപ്പോൾ കോപ്പിറൈറ്റിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അങ്ങനത്തെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പഠിച്ച് ഞാനിപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊത്തിരി എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടങ്ങി അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് പൈസ അപ്പം തന്നെ കിട്ടുമോ, നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടണത്, എത്ര രൂപ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഫ്രണ്ട്. നമ്മളിപ്പോൾ ഷോർട്സൊക്കെ നമ്മൾ ഇട്ട് തുടങ്ങിയപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കാനുള്ള 2 ക്രൈറ്റീരിയകളുണ്ട്. മോണിറ്റൈസേഷൻ ആക്കണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വീഡിയോയ്ക്ക് വേണം. അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ ഷോർട്സിൽ വ്യൂസും ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കേണ്ട ക്രൈറ്റീരിയ. അപ്പോൾ ഇത് രണ്ടും ഫില്ലായാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. എൻ്റെ ഇപ്പോൾ ഷോർട്സിലാണെങ്കിലും അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോസിലും ആഡ്സിലൊക്കെ നമുക്ക് പൈസ കിട്ടും. ആ വ്യൂസിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പൈസ കിട്ടണത്. അപ്പോൾ ഞാനിപ്പോൾ ചാനലിലിപ്പോൾ 255 സംതിങ് വീഡിയോസാണ് ഇട്ടുള്ളത്. അധികം ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഷോർട്സിനാണ്. പക്ഷേ നമ്മൾ ഷോർട്സിന് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോർട്സിൽ നമ്മൾ വ്യൂസ് കണക്കാക്കുന്നത് 90 ഡേയ്സിനുള്ളിൽ 10 മില്യൺ വ്യൂസാണ് വേണ്ടത് ഷോർട്സിൽ. പക്ഷേ വീഡിയോസിലാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ രണ്ടും ഏതെങ്കിലും ഒന്ന് മതി. ഏതെങ്കിലും ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങേണ്ട. പിന്നെ അപ്പോൾ റവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസിന് ഇപ്പോൾ അധികം വ്യൂസ് കുറവാണ്. ഷോർട്സിന് ഇപ്പോൾ ഈ കുറച്ച് നാൾ തൊട്ടാണ് എനിക്ക് ഷോർട്സിൽ വ്യൂസ് ഇത്തിരി കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം മനസ്സിലായി. ഈ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസം കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും സമയം കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വാച്ച് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തത് പറയാനുള്ളത്,
നമ്മൾ എത്ര വ്യൂസിന് ഇത്ര പൈസ എന്നൊക്കെ ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. 1000 വ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ ചാനലിലും വ്യത്യസ്തമായിരിക്കും. ചിലത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിരിക്കും, എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിരിക്കും, ബ്ലോഗായിരിക്കും, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. റവന്യൂ വ്യത്യസ്തമായിരിക്കും. 1000 വ്യൂസിന് ഇത്ര, ചിലപ്പോൾ $0.10 ചിലർക്ക് 2 ഇത്ര ഡോളറോ 1 ഇത്ര ഡോളറോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 വ്യൂസിന് ചിലപ്പോൾ 60, 67, 80, 100ൻ്റെ അകത്ത് ഏകദേശം വരുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1000 വ്യൂസിന് അത്രയൊക്കെ കിട്ടത്തുള്ളൂ. കൂടുതൽ കയറിയാൽ മാത്രമേ നമ്മളെ ഒരു 1 മില്യനൊക്കെ അടിച്ചാൽ മാത്രമാണ് ഏകദേശം മോണിറ്റൈസേഷനായി. ഈ ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ. നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഞാൻ പറയുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാച്ച് അവർ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിടക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയാണ്. ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ ചാനൽ വീണ്ടും വീണ്ടും ഇടുന്നതായിരിക്കും. മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കിട്ടിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.